ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണെന്ന്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 4ാമത്തെ പാരഗ്രാഫ് മുതലാണ്. ശ്രദ്ധിക്കുക എല്ലാവരും. ഇൻ ദ സ്പ്രിംഗ് when the banyan tree was full of small red figs, birds of all kind would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. ശ്രദ്ധിച്ചോളൂ. ഇൻ ദ സ്പ്രിംഗ്, അങ്ങനെ വസന്തകാലം എത്തിയാൽ, വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, ഈ ബനിയൻ ട്രീയിൽ ആകെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? പഴങ്ങൾ നിറയും. ഫിഗ്, ഈ ആൽമരത്തിലുണ്ടാകുന്ന പഴമാണ് ഫിഗ്. അങ്ങനെയുള്ള ആൽമരത്തിൽ ആ പഴങ്ങളിങ്ങനെ ചുവന്ന് തുടുത്ത് ചെറിയ പഴങ്ങളിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ തരം പക്ഷികളും വുഡ് ഫ്ലോക്ക്, കൂട്ടം കൂട്ടമായിട്ട് വരുന്നതാണ്. വുഡ് ഫ്ലോക്ക് മീൻസ് കൂട്ടം കൂട്ടമായിട്ട് വരുന്നു. എങ്ങോട്ട്? ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, അതിൻ്റെ ശിഖരങ്ങളിലേക്ക്. വൈ ഡിഡ് ദ ബേർഡ്സ് കം ആസ് ഫ്ലോക്ക് ഇൻ ടു ദി ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ? ടു ഈറ്റ് ദി ഡിലീഷ്യസ് ടേസ്റ്റി ഫ്രൂട്ട്സ്. ഇത്രയും മനോഹരമായ ആ പഴങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ട് ഇതിലേക്ക് വരുന്നു. ഏതാ സീസൺ? ഫിഗ് സീസൺ. ഓക്കെ, ഫസ്റ്റ് വൺ ദ ഫിഗ് സീസൺ. ഫിഗ് സീസൺ മീൻസ് ഹിയർ ദ സ്പ്രിംഗ്. ഓക്കെ, ദ സ്പ്രിംഗ് സീസൺ. ക്ലിയർ? ദ സ്പ്രിംഗ് സീസൺ. The flock into branches, which are the birds that flock into the branches. വ്യത്യസ്ത തരം എന്ത് വരുന്നു? പക്ഷികൾ വരുന്നു. ഒന്നേതാണ്? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ. ഒരു പക്ഷിയുടെ പേരാണ് റെഡ് ബോട്ടംഡ് ബുൾബുൾ. ചുവന്ന നിറത്തിലുള്ള, ഓക്കെ, വളരെ ബോട്ടംഡ് ആയിട്ടുള്ള ഒരു പക്ഷി. ചിയർഫുൾ, സന്തോഷവതിയും, ഗ്രീഡി, ആർത്തി കാണിക്കുന്ന, ഗോസിപ്പിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിലച്ചുകൊണ്ടിരിക്കുന്ന, റോസി പാസ്റ്റേഴ്സ്, റോസ് നിറത്തിലുള്ള ഒരു പക്ഷിയാണ് പാസ്റ്ററുകൾ. പാരറ്റ്സ്, തത്തകൾ, ക്രോസ്, കാക്കകൾ. ഓക്കെ, ഇതെല്ലാം ഇതിലെ കൂട്ടം കൂട്ടമായിട്ട് വരുന്നു. എങ്ങനെ? സ്കോബ്ലിംഗ്. വാട്ട് ഈസ് സ്കോബ്ലിംഗ്? Squabbling is an important word, a repeated question. Squabbling. Squabbling means silly and noisy arguments. Silly and noisy arguments. വളരെ സില്ലി ആയിട്ടുള്ള, ശബ്ദം നിറഞ്ഞ വാദപ്രതിവാദങ്ങൾ. അതാണ് സ്ക്വാബ്ലിംഗ്. ഇവിടെ കലപില കൂട്ടുക. പക്ഷികൾ കലപില കൂട്ടുന്നു. വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. മുഴുവൻ സമയവും അവർ പക്ഷികൾ ഇങ്ങനെ കലപില ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഡ്യൂറിങ് ദി ഫിഗ് സീസൺ, ഈ ഒരു ഫിഗ് സീസണിൽ, ദ ബനിയൻ ട്രീ വാസ് ദി നോയിസിയസ്റ്റ് പ്ലേസ് ഓൺ ദി റോഡ്. ഈ ഫിഗ് സീസണാണ് ഈ ഒരു ബനിയൻ ട്രീയുടെ ചുറ്റും ആ റോഡും എന്തായിരിക്കും? ആകെ ശബ്ദമയമായിരിക്കും. ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞതായിരിക്കും. കാരണം വ്യത്യസ്ത തരം പക്ഷികൾ അതിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാരണം. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ. വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ് ഇൻ ദ സ്പ്രിംഗ്, അല്ലേ? സ്പ്രിങ്ങിൽ ബനിയൻ ട്രീ മുഴുവനായി പഴങ്ങൾ നിറയുമ്പോൾ, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, വ്യത്യസ്ത തരം പക്ഷികൾ, ഫ്ലോക്ക് ഇൻ ടു ഇറ്റ് ബ്രാഞ്ചസ്, അതിലെ കൂട്ടം കൂട്ടമായി വരുന്നു. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ. ആരാണ് ഒന്നാമത്തത്? റെഡ് ബോട്ടംഡ്, ചുവന്ന നിറത്തിലുള്ള ബുൾബുൾ പക്ഷി. ചിയർഫുൾ ആൻഡ് ഗ്രീഡി, സന്തോഷവതിയും ആർത്തി കാണിക്കുന്ന, ഗോസിപ്പിംഗ്, ഓക്കെ, പരസ്പരം കലഹിക്കുന്ന, റോസി പാസ്റ്റേഴ്സ്, റോസി നിറത്തിലുള്ള പാസ്റ്റർ. പാരറ്റ്സ് ആൻഡ് ക്രോസ്, തത്തയും അതേപോലെ തന്നെ കാക്കകളും. സ്കോബ്ലിംഗ്, അവർ പരസ്പരം കലഹിക്കുന്നു. വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, മുഴുവൻ സമയവും പരസ്പരം കലഹിക്കുന്നു. ഡ്യൂറിങ് ദി ഫിഗ് സീസൺ, അതുകൊണ്ട് ഈ ഫിഗ് സീസണിൽ ബനിയൻ ട്രീ വാസ് ദി നോയിസസ്റ്റ് പ്ലേസ്, ഈ ബനിയൻ ട്രീ ആണ്
ഏറ്റവും ശബ്ദം നിറഞ്ഞ റോട്ടിലൂടെ പോകുന്നവർക്കൊക്കെ ആകെ ശബ്ദമയമായി ഫീൽ ചെയ്യുന്നു. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ആർ ഫ്ലോക്കിംഗ് ഇൻ ടു ദി ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ. ഗോട്ട് ഐഡിയ? ഇനി ചോദ്യം നോക്കിക്കോളൂ. ഹൗ വാസ് ദി ബനിയൻ ട്രീ ദ നോയിസിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദി ഫിഗ് സീസൺ? ഈ ഫിഗ് സീസണിൽ എങ്ങനെയാണ് ഇതൊരു ശബ്ദമയമായ ഒരു ഇടമായി മാറുന്നത്? എങ്ങനെ? എന്തുകൊണ്ടാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ആർ ഫ്ലോക്കിംഗ് ഇൻ ടു ദി ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ ആൻഡ് ദേ ആർ സ്കോബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. മുഴുവൻ സമയവും അവർ എന്ത് ചെയ്യുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചതാണ്. ഹൗ വാസ് the banyan tree the banyan tree the noisiest place on the during the fig season? ഇതാണ് ചോദ്യം. ഓക്കെ, എങ്ങനെയാണ് ബനിയൻ ട്രീ ഈ ഫിഗ് സീസണിൽ ഇത്രയും ശബ്ദമാനമായി മാറാനുള്ള കാരണം എന്താണ്? അപ്പോൾ നമ്മൾ ഉത്തരം എന്താണ്? ഡ്യൂറിങ് ദി ഫിഗ് സീസൺ, ഓക്കെ, വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ് ട്രീസ്, all types of birds would flock into its branches and they were scobbling with each other all the time. Clear? That is why during the fig season the banyan tree was the noisiest place. Got idea? Yes. Then which season is emphasized here? The season, ഏത് സീസണെയാണ്? സ്പ്രിംഗ് സീസണെയാണ്. കാരണം എന്താണ്? ആ സ്പ്രിംഗ് സീസണിലാണ് ഒരുപാട് പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ട് എന്ത് ചെയ്യുന്നത്? വരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിക്കോളൂ. ഹാഫ് വേ അപ്പ് ദ ട്രീ, മരത്തിന് പകുതി ആകുന്ന സ്ഥലം, അതാണ് ഹാഫ് വേ അപ്പ് ദ ട്രീ, മരത്തിൻ്റെ പകുതി. ഓക്കെ, ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം, ഞാൻ ചെറിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചെറിയ തറ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു എന്താണ്, നമ്മൾ മരത്തിൻ്റെ മുകളിലൊക്കെ നമ്മളിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കെട്ടാറില്ലേ, പന്തൽ പോലെ കെട്ടാറില്ലേ, അതാണ് ഇവിടെ പ്ലാറ്റ്ഫോം. ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദി ആഫ്റ്റർനൂൺസ്, അവിടെയാണ് ഞാൻ ചിലവഴിക്കാറുള്ളത് ഉച്ച സമയം. ഓക്കെ, ഓഫൺ ഐ വുഡ് സ്പെൻഡ് ദി ആഫ്റ്റർനൂൺസ്, അവിടെ ഞാൻ ഉച്ച സമയം ചിലവഴിക്കുന്നു. വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്, എങ്ങനെയുള്ള സമയമാണത്? ചൂടില്ലാത്ത സമയമാണെങ്കിൽ ഞാൻ അവിടെ ചിലവഴിക്കാറുണ്ട്. വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്, ഉച്ച സമയത്ത്, ചൂടില്ലാത്ത സമയത്ത് ഞാൻ അവിടെ ചിലവഴിക്കുന്നു. ഓക്കെ, സോ ഹാഫ് വേ അപ്പ് ദ ട്രീ, മരത്തിന് മുകളിലായി കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിരിക്കുന്നു. ആ പ്ലാറ്റ്ഫോമിലിരുന്ന് ഉച്ച സമയങ്ങളിൽ അവൻ ചിലവഴിക്കാറുണ്ട്. എങ്ങനെയാണ് പ്രത്യേകത? വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്, ചൂടില്ലാത്തപ്പോൾ. ഐ കുഡ് റീഡ് ദർ, എങ്ങനെ ചിലവഴിക്കുന്നു? ഹൗ ഡിഡ് ദ ബോയ് സ്പെൻഡ് ഹിസ് ആഫ്റ്റർനൂൺ? ബൈ റീഡിങ്. ഓക്കെ, വായിച്ചുകൊണ്ട്. പ്രോപ്പിംഗ് മൈസെൽഫ്, ഞാൻ സ്വയം എന്ത് ചെയ്യുന്നു? പ്രോപ്പിംഗ്, ചാരിയിരിക്കുന്നു. എഗെയിൻസ്റ്റ് ദി ബോൾ ഓഫ് ദ ട്രീ, മരത്തിൻ്റെ ബോൾ. ബോൾ മീൻസ് ട്രങ്ക്. ഓക്കെ, ട്രങ്ക് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തടി എന്നാണ്. മരത്തിൻ്റെ തടിഭാഗത്തിനെയാണെന്ന് വിളിക്കുന്നത് ബോൾ ഓർ ട്രങ്ക് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ മരത്തിൻ്റെ തടിയിലേക്ക് ഞാനിങ്ങനെ ചാരിയിരിക്കുന്നു. ദെൻ എഗെയിൻസ്റ്റ് ദി ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷ്യൻസ്, എന്നിട്ട് ഈ മരത്തിൻ്റെ ബോളാണെങ്കിൽ അവനിവിടെ ഇങ്ങനെ കുഷ്യൻ വെച്ചിട്ടുണ്ടാവും ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ മരത്തുമ്മേൽ ഒരു കുഷ്യൻ വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ കുഷ്യൻ എവിടുന്ന് എടുത്തതവൻ? കുഷ്യൻസ് ടേക്കൺ ഫ്രം ദി ഡ്രോയിങ് റൂം, എവിടുന്ന് എടുത്തതാണ്? സ്വീകരണ മുറിയിൽ നിന്നെടുത്ത ആ കുഷ്യൻസ് കൊണ്ടുവന്നിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇരിക്കാനുള്ള സുഖത്തിന്. വേറെ നല്ല സുഖമാണ്. അവിടെ മരത്തിൻ്റെ ചാരി ഇങ്ങനെ ഇരുന്നിട്ട് വായിക്കുകയാണ് കുട്ടി. എന്തൊക്കെയാണ് അവർ വായിക്കുന്നത്? ട്രഷർ ഐലൻഡ്, ഒന്നാമത്തെ പുസ്തകം ട്രഷർ ഐലൻഡ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ സ്റ്റീവൻസൺ.
വളരെ പ്രശസ്തനായ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് സ്റ്റീവൻസൺ. വളരെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണെന്ത് ട്രഷർ ഐലൻഡ്, അത് വായിക്കും. ഹക്കിൾബറി ഫിൻ, മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ മാർക്ക് ട്വെയിൻ, അതിൻ്റെ കഥകളാണ് എന്ത് അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ, കേട്ടിട്ടുണ്ടാവും അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയറിൻ്റെ കഥ. അതേപോലെ ഹക്കിൾബറി ഫിൻ, അതിൽപ്പെട്ട ഒരാളാണ് ഹക്കിൾബറി ഫിൻ. ആ ഹക്കിൾബറി ഫിന്നിൻ്റെ കഥകൾ അവൻ വായിക്കും. മൗഗ്ലി സ്റ്റോറീസ്, ഏറ്റവും പ്രശസ്തമായ കഥകളാണ് എന്ത് ജംഗിൾ ബുക്ക് അല്ലെ, റൂഡിയാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന പ്രശസ്തയായ എഴുത്തുകാരി എഴുതിയിട്ടുള്ള പുസ്തകമാണെന്ത് മൗഗ്ലി സ്റ്റോറീസ്, മൗഗ്ലി. ഓക്കെ, ദ നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബുറോ, എഡ്ഗാർ റൈസ് ബുറോയുടെ നോവലുകളും ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട്, ലൂയിസ മേ ആൽക്കോട്ടിൻ്റെ കഥകളും ഒക്കെ വായിച്ചിട്ട് ആൻഡ് ഓഫ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്, അവിടെ ഞാനൊരു എന്ത് ആക്കി മാറ്റിയിരിക്കുന്നു, സമ്മിശ്രമായ മിക്സ്ഡ് ആയിട്ടുള്ള വായനയുടെ ഒരു സങ്കേതമാക്കി ഞാൻ ആ പ്രദേശത്തെ, ആ സ്ഥലത്തെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു എന്ന്. ക്ലിയർ അല്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ. സോ ഹൗ ഡിഡ് ദ ബോയ് സ്പെൻഡ് ഹിസ് ആഫ്റ്റർനൂൺ ഓൺ ദി ബനിയൻ ട്രീ, ബനിയൻ ട്രീയിൽ എങ്ങനെയാണ് കുട്ടി അവൻ്റെ ഉച്ച സമയം ചെലവഴിച്ചെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഹീ കുഡ് റീഡ് നമ്പർ ഓഫ് ബുക്സ്, he could read number of books by propping upon the bole of the tree on the cushions. ആ കുഷ്യനിലേക്ക് ചാരിയിരുന്നിട്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് അവൻ അവിടെയുള്ള ആഫ്റ്റർനൂൺ എന്ത് ചെയ്തിരിക്കുന്നത്, ചെലവഴിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ്, ഇത്രയും ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ 2 പാരഗ്രാഫുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ്. How was the banyan tree the noisiest place during the fixed season? ഫിക്സ് സീസണിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മരം ബനിയൻ ട്രീ എങ്ങനെ തിരക്ക് പിടിച്ചതാകുന്നു, നോയിസ് ആകുന്നു, നോയിസസ്റ്റ് പ്ലേസ്, ഏറ്റവും ശബ്ദമാനമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എങ്ങനെ മാറുന്നു എന്ന് ചോദിച്ച ഉത്തരം നമ്മളിവിടെ കണ്ടു. എന്താണ്? ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ്, when this banyan tree was full of small red figs, different types of birds flock into the banyan tree. And they were squabbling. What is the meaning squabbling? The minor fight or argument, that is squabbling. They were squabbling each other all the time, and thus the banyan tree was the noisiest place during the fixed season. That is the first one. And the second one is that the important words here, what? To prop. What is the word meaning prop? ലീൻ, ചാരുക എന്നാണ് കേട്ടോ. പ്രോപ്പ് മീൻസ് ലീൻ, ചാരുക, ചാരിയിരിക്കുന്നതിനെ പറയാം. ദെൻ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദർ, ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? അവൻ സ്വയം എങ്ങനെയാണ് ഈ സ്പ്രിംഗ് സീസണിനെ എന്താക്കി മാറ്റിയത്? എക്സൈറ്റിംഗ്, ആവേശകരമാക്കി മാറ്റാനുള്ള കാരണം എന്താണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എങ്ങനെ? ബൈ റീഡിങ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്സ്. Okay, books like Treasure Island. Treasure Island is written by Stevenson. Huckleberry Finn. Have you heard Huckleberry Finn? It's a famous work of Mark Twain. And then the Mowgli stories. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഏറ്റവും പ്രശസ്തമായ റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണെന്ത് മൗഗ്ലി സ്റ്റോറീസ്. ദെൻ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബുറോ, ലൂയിസ മേ ആൽക്കോട്ട്. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് അവൻ ആ ഒരു സായാഹ്നത്തെ അല്ലെങ്കിൽ ആ ഉച്ച സമയത്തെ അവൻ എന്ത് ചെയ്തത്? സന്തോഷകരമാക്കി മാറ്റിയത് എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ലാസ്റ്റ് പോയിൻ്റാണ് ദ വേർഡ് ഫ്ലോക്ക്. ആ 4ാമത്തെ പാരഗ്രാഫ് നമ്മൾ കണ്ടൊരു പദമുണ്ട്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന്. ഓരോ കൂട്ടത്തിന് ഇംഗ്ലീഷിൽ ഓരോ പേരാണ് പറയുന്നത്. ക്ലിയർ? ഹിയർ ദ വേർഡ് ഫ്ലോക്ക്. ഫ്ലോക്ക് മീൻസ് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കൂട്ടമാണിത്. ഓക്കെ, ഹിയർ ഫ്ലോക്ക് ഈസ് യൂസ്ഡ് ആസ് എ വെർബ്. ഫ്ലോക്ക് കൂട്ടമായി വരിക. ബട്ട് ഇറ്റ് ഈസ് ആസ് എ കളക്റ്റീവ് നൗൺ ആയിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്? എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ? ഹാവ് യു ഹേർഡ് കളക്റ്റീവ് നൗൺ? വാട്ട് ഈസ് നൗൺ? നൗൺ ഈസ് എ വേർഡ്. ഓക്കെ, നെയിമിങ് വേർഡാണ്, ഒരു പേരാണ്. അതിനാണ് നമ്മൾ നൗൺ എന്ന് പറയുക. വാട്ട് ഈസ് കളക്റ്റീവ് നൗൺ? ഒരു കൂട്ടം, അതിലൊരു കൂട്ടം എന്നർത്ഥം ഉണ്ടാവും അതിൽ. ഫോർ എക്സാമ്പിൾ ടീം. ടീം ഈസ് എ കളക്റ്റീവ് വേർഡ്. വൈ ഇറ്റ്സ് ബിക്കം കളക്റ്റീവ്? ടീം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമാണ്. ഒരു കൂട്ടം ആളുകളുണ്ടാവും ടീമിൽ, ഇല്ലേ? നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടാവില്ലേ? ആൻഡ് ദെൻ ജൂറി. എന്താ ജൂറി എന്ന് കേട്ടില്ലേ നിങ്ങൾ? ജൂറി എന്താ? ജൂറി എന്ന് പറഞ്ഞാൽ ജൂറി ഓഫ് അഡ്വക്കേറ്റ്സ്.
അല്ലെ? ജഡ്ജസിൻ്റെ ഒരു കൂട്ടം, അതിനാണ് ജൂറി എന്ന് വിളിക്കുക. അതേപോലെ പക്ഷികളുടെയും മറ്റു കൂട്ടത്തിനാണെന്ന് വിളിക്കുന്നത് ഫ്ലോക്ക്. അതൊരു കളക്റ്റീവ് നൗണാണ്. അപ്പോൾ പരീക്ഷ ചോദിക്കും, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ കളക്റ്റീവ് നൗൺ ഫ്രം ദി പാസേജ്. വാട്ട് ഇസ് ദ വേർഡ്? ഇറ്റ് ഈസ് ഫ്ലോക്ക്. ക്ലിയർ? ഇത്രയുമാണ് ഈ ഒരു 2 പാരഗ്രാഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് മുഴുവൻ ഭാഗങ്ങളും ഇതുവരെ എടുത്ത 5 പാരഗ്രാഫുകൾ വ്യക്തമായി വായിക്കുകയും അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് അറിയോ? ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എങ്ങനെയൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് ഇംഗ്ലീഷിലെ ഏറ്റവും നല്ല മാർഗം. ഉത്തരം കണ്ടെത്തണം, അത് വേറെ. പക്ഷേ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും. എസ്പെഷ്യലി 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇംഗ്ലീഷിൽ, പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഇല്ലേ? ചോദ്യം ചോദിക്കാൻ ഒരു ഇൻ്റർവ്യൂ നടത്താനൊക്കെ ഉണ്ടാവാറില്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ അത് മാത്രമല്ല, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് വേറൊരു എബിലിറ്റി കൂടിയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക പരമാവധി. അങ്ങനെ കൂടുതലായിട്ട് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങാൻ, സ്കോർ ചെയ്യാൻ പരമാവധി പ്രയത്നിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ബൈ.